ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കാഴ്ച അത് കണ്ണിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഇന്നത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കവേ സഹോദരനോട് നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് നിനക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ആകയാൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്താ? നിന്റെ കണ്ണിലിരിക്കുന്ന തടിക്കഷ്ണം എടുത്തു മാറ്റണം. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാനുള്ള തെളിച്ചം നിനക്ക് ലഭിക്കും. അപരൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളും വീഴ്ചകളും ബലഹീനതകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മങ്ങിയ കാഴ്ചകളുടെ കാരണം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ അതിനേക്കാളും വലിയ വീഴ്ചകളുണ്ട്, അപരാധങ്ങളുണ്ട്, കുറവുകളുണ്ട്. അത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കാതെ നടന്നു പോകുന്ന വ്യക്തിയായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കുറവും ദൈവത്തിൻ്റെ മുമ്പിലുള്ള നമ്മളുടെ ഏറ്റവും വലിയ വീഴ്ചയും ഇത് തന്നെയാണ്. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് നെഞ്ചത്തടിക്കാൻ നമ്മൾ ഇനി എന്നാണ് പഠിക്കുക? അപരൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ അന്വേഷിച്ച് നടന്നിട്ട് നിനക്കെന്ത് കിട്ടാനാ? അതിക്ക് മുമ്പേ നീ നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായാൽ എത്രയേറെ കാഴ്ചയുള്ള വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ ദൈവമായ കർത്താവ് പറയുന്നു, നീ നിൻ്റെ കാഴ്ച, മങ്ങിയ കാഴ്ച മാറ്റാൻ എൻ്റെ അടുത്ത് നിന്നും അഞ്ജനം വാങ്ങിച്ച് പുരട്ടുക. അവൻ നൽകുന്ന അഞ്ജനം എന്താ? അവൻ്റെ തിരുരക്തമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ മരണവേളയിൽ അവൻ മരിച്ചോ എന്ന് ഉറപ്പ് വരുത്താനായി അവൻ്റെ ചങ്ക് നോക്കി ഇങ്ങനെ കുന്തം കൊണ്ടിങ്ങനെ കുത്തുന്ന ഒരു ലോഞ്ചനൂസ് എന്ന മനുഷ്യനെ കാണുന്നില്ലേ? ആ ചങ്കിൽ നിന്നും തെറിച്ചു വീണ രക്തത്തുള്ളികൾ അവൻ്റെ കണ്ണിന് കാഴ്ച നൽകി എന്ന് ചരിത്രം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ തെളിച്ചം നൽകട്ടെ. അപ്പോൾ കുറേ കൂടി സുന്ദരമായിട്ട് നമുക്ക് കാഴ്ച കാണാനായിട്ട് പറ്റും. പലപ്പോഴും നമുക്ക് ഈ കാഴ്ച മങ്ങിയ കാഴ്ചയായി പോകുന്നത് കണ്ണല്ല, കണ്ണടകളായിരിക്കാം. അതല്ലെങ്കിൽ കൺമുമ്പിലെ ചില തടസ്സങ്ങളാകാം. വഴിയിലൂടെ പോകുന്ന ആ മനുഷ്യൻ അലക്കിയിട്ടിരിക്കുന്ന കുറേ വസ്ത്രങ്ങളും കൊണ്ട് വരിക. ആ വസ്ത്രങ്ങൾ ഇങ്ങനെ വീടിൻ്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ വീട്ടുകാരത്തി കാണുന്നത് അഴുക്ക് പിടിച്ച വസ്ത്രമായിട്ടാണ്. എന്നിട്ട് ഭർത്താവിനോട് കുറ്റം പറയുന്നുണ്ട്, ഇതാ മനുഷ്യനെ കണ്ടില്ലേ, പലരുടെയും വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ട് വരിക, എന്നിട്ട് അഴുക്കൊന്നും പോയിട്ടില്ല, അതെല്ലാം അഴുക്ക് പിടിച്ച് തന്നെ ഇരിക്കുക. അപ്പോൾ ഭർത്താവ് അവളോട് പറയുന്നുണ്ട്, ഇടി മകളെ, അത് നിൻ്റെ പ്രശ്നമല്ല. ഇതാ ഇരിക്കുന്ന ഗ്ലാസ്സില്ലേ, ജനലിൻ്റെ ഗ്ലാസ്സില്ലേ, അത് നിറച്ചും പൊടി പിടിച്ചിരിക്കുക. പൊടി പിടിച്ച ആ ജനലിൻ്റെ ഗ്ലാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ പുറത്തുള്ള കാഴ്ചകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നം നമ്മൾ വച്ചിരിക്കുന്ന ഇപ്രകാരമുള്ള ഈ ഗ്ലാസുകൾ, കണ്ണടകൾ, അത് മങ്ങിയതാ, അത് അഴുക്ക് പറ്റിയതാ, പൊടി പിടിച്ചതാ. അതൊന്ന് തുടച്ച് വയ്ക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും മങ്ങിയ കാഴ്ചകൾ മാറും, തെളിച്ചമുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടും. ഇന്ന് തിരുസഭാ മാതാവ് ഇപ്രകാരം തെളിച്ചമുള്ള കാഴ്ച സഭയ്ക്ക് നൽകി ഒരു വലിയ വിശുദ്ധൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. മെത്രാനും തിരുസഭ പണ്ഡിതനുമായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം തൻ്റെ ജീവിതം മുഴുവനും സുവിശേഷം പ്രസംഗിക്കാൻ മാറ്റിവെച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാവ് അറിയപ്പെടുന്നത് സുവർണനാവ് അല്ലെങ്കിൽ സ്വർണ്ണനാവ് എന്നുള്ള പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രസംഗിക്കുക, ദൈവവചനം എന്നുള്ളത് തന്നെയായിരുന്നു. ഒറ്റ കാര്യമായി ഈ വിശുദ്ധൻ പറയുന്നത്, എല്ലാം ദൈവ മഹത്വത്തിനായി. തന്നെ തടവുകാരനാക്കിയപ്പോഴും അവഹേളിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും അപമാനിച്ചപ്പോഴും ഒക്കെ ഈ വിശുദ്ധന് പറയാൻ ഒന്നേയുള്ളൂ, എല്ലാം ദൈവസ്തുതിക്കായി, ദൈവ മഹത്വത്തിനായി. പ്രിയപ്പെട്ടവരെ, കാഴ്ച മങ്ങിയവർ നമ്മളുടെ ജീവിതത്തിൽ
വേദനകൾ സമ്മാനിക്കുമ്പോൾ, കുരിശുകൾ തീർക്കുമ്പോഴും ഇപ്രകാരം നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. എല്ലാം ദൈവസ്തുതിക്കായി, ദൈവ മഹത്വത്തിനായി.